നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന മൂന്നാർ വാലി വ്യൂ പോയിൻ്റ് കാണാനാണ്. ഈ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അങ്ങകലെ കാണുന്ന മൂന്നാർ മലനിരകൾ നമ്മളുടെ കൺമുന്നിൽ വളരെ തെളിമയോടെ കാണാമെന്നതാണ്. മൂന്നാറിൻ്റെ ഒപ്പം വാഴത്തോപ്പ് പട്ടണവും കരിമ്പൻ ടൗണുമെല്ലാം ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കാഴ്ചകളെല്ലാം നമ്മൾ ആകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രതീതിയാണ് നമ്മൾക്ക് നൽകുന്നത്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ വാച്ച് ടവർ ശ്രദ്ധിക്കണമെന്നില്ല. ഞാനും ആദ്യം ഇതിലെ യാത്ര ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് അത്ര കാര്യമായിട്ട് എടുത്തുമില്ല. ഈ സ്ഥലത്തെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതനുസരിച്ച് 2 ദിവസത്തിന് ശേഷം ഈ സ്ഥലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിതിലെ വീണ്ടും വന്നു. നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റായ മൈക്രോവേവ് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നത് ഈ വഴിയിലൂടെയാണ്. അതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. അങ്ങനെ നമ്മൾ ഈ മിനി വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ദൂരക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരകളാണ് മൂന്നാർ മലനിരകൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഞാനിവിടെ വരുമ്പോൾ സമയം 1 മണിയോളമായി. നിങ്ങൾ അതിരാവിലെ ഇവിടെ വരികയാണെങ്കിൽ ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ വരികയാണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ കയറി കാണാൻ നല്ല രസമായിരിക്കും. നമ്മൾ ഈ മേഘത്തിനിടയ്ക്ക് നിന്ന് താഴേക്ക് നോക്കുന്ന ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടേക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. മൊബൈൽ സ്ക്രീനിൽ കൂടെ കാണുന്ന ഈ കാഴ്ച നിങ്ങൾക്ക് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന്. വാഴത്തോപ്പ് പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ കെട്ടിടം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. ഇവിടേക്ക് വരാൻ വേണ്ടി 2 വഴികളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ചെറുതോണിയിലെത്തിയ ശേഷം വഞ്ചിക്കവലയിലേക്ക് വരിക. വഞ്ചിക്കവലയിലെത്തിയ ശേഷം അവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത വഴി പൈനാവ് വഴിയാണ്. പൈനാവിലെത്തിയ ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ട് ഏതാണെന്ന് അന്വേഷിക്കുക. ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്താറായി കഴിയുമ്പോൾ 3 വഴികൾ കാണാം. അതിൽ ഒരു വഴി കളക്ടറുടെ ബംഗ്ലാവിലേക്കും മറ്റൊരു വഴി ഈ ഗ്രൗണ്ടിലേക്ക് കയറാനുള്ളതുമാണ്. കൂടാതെ വലതുവശത്തായി കാണുന്ന 3ാമത്തെ വഴിയിലൂടെ 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. വഴി പറഞ്ഞു തന്നപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ച ദൃശ്യങ്ങൾ ഈ വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ്, അല്ലാതെ ആ വഴിയുടെയല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനി മറ്റൊരു വഴി കൂടിയുണ്ട്. തൊടുപുഴയിൽ നിന്നും വരുന്നവർ പൈനാവ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഒരു 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇതുവഴിയാണ് മൈക്രോവേവ് വ്യൂ പോയിൻറ്റിലേക്കും പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.